Good afternoon. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റ് എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അതിനകത്ത് റോൾസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് സമയം വൈകിട്ട് അതിന് ഷെയർ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ് അതിന്റെ പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എത്ര എണ്ണം പറഞ്ഞായിരുന്നു? യെസ്, ദൃശ്യയുടെ എത്ര പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? എല്ലാരും പറഞ്ഞു. ഓക്കെ, പോയിന്റ്സ് കഴിഞ്ഞു. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ആണ് അല്ലെ. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കിയേ. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനം. അതായത് നമുക്ക് ഒരു ഓഡിറ്റ് നമ്മൾ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠന വിധേയമാക്കാൻ പറ്റും അല്ലെ. ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതാണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങള് ഒരു ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങള് പഠന വിധേയമാക്കാൻ കഴിയുന്നു. രണ്ടാമത് നോക്കിയ പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയും. അണ്ടർസ്റ്റാൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. റിസോഴ്സ് എഫക്റ്റീവ്. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു റിസോഴ്സ് അല്ലെ. ആ റിസോഴ്സിനെ നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയും. റിസോഴ്സസ്, ഓരോ റിസോഴ്സസും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എഫക്റ്റീവ്, ഫലപ്രദമായ രീതിയിൽ റിസോഴ്സുകൾ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അടുത്ത് നോക്കിയേ, റൈസസ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ്, നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. റൈസസ് സ്റ്റാൻഡേർഡ്സ്, നിലവാരം. അപ്പോ ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ് ഉയർത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ പ്രൊമോട്ട്സ് ചേഞ്ചസ്. മാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രൊമോട്ട്സ് ചേഞ്ച് അല്ലെ. ചേഞ്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഒരു ഓഡിറ്റ് നടത്തി ഏതൊക്കെ മേഖലയിലാണ് താഴെ നിൽക്കുന്നത് അല്ലെ, ലോവർ ഇതായിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമുക്ക് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെ. കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. അതാണ് ആ ചേഞ്ചസിനെ പ്രോത്സാഹിപ്പിക്കും, പ്രൊമോട്ട് ചെയ്യും. അടുത്ത് നോക്കിയേ, സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷന്റെ ഒരു സോഴ്സ് ആണ്. സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? ഇൻഫർമേഷന്റെ ഒരു സോഴ്സ് ആണ് ഏത്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പല വിവരങ്ങളെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റും. പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. പിയർ ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള മുന്നുള്ള അല്ലെ ജീവനക്കാർ തമ്മിലോ, അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസ്, ഹോസ്പിറ്റലിലെ ജീവനക്കാർ മുൻപിലാന്നില്ല. ഹോസ്പിറ്റൽ പിയർ ലെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സഹപ്രവർത്തകർ എന്നുള്ളത്. അതായത് ഹോസ്പിറ്റലിനുള്ളിലെ ജീവനക്കാർ തമ്മിലോ അവിടുത്തെ പേഷ്യൻസ് തമ്മിലോ ഒരു നല്ലൊരു ബന്ധം അല്ലെ, അത് ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ ബന്ധത്തിന് അതിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ പിയർ ലെഡും പിയർ ഗ്രൂപ്പ്സുമായിട്ട് അവരെ കൂടുതൽ മനസ്സിലാക്കുന്നതിന്, അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ നിലനിർത്തുന്നതിന്. അടുത്തത് ഇൻവോൾവ്സ് പേഷ്യൻസ്. എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ കൂടി ക്ലിനിക്കൽ ഓഡിറ്റിൽ ഉൾപ്പെടുത്തുന്നു. അതായത് ഉൾപ്പെടുത്തുന്നുണ്ട്, പേഷ്യൻസിനെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജ്. വേറൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രം നോക്കുക. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. റിസോഴ്സുകളെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. സ്റ്റാൻഡേർഡ്സ് നിലനിർത്താൻ കഴിയുന്നു. പ്രൊമോട്ട് ചേഞ്ചസ്, മാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു.
സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങളുടെ നമുക്ക് പല ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു സോഴ്സ് എന്ന നിലയിൽ ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ സ്ഥാപനത്തിനുള്ളിലെ ജീവനക്കാർ തമ്മില്, അവിടുത്തെ പേഷ്യൻസ് തമ്മില് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്. ഇനി അടുത്ത ഇൻവോൾവ്സ് പേഷ്യൻസിനെ കൂടി എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ്സിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അപ്പൊ അവിടെ ചോദിക്കാം, പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്സ് ഇൻക്ലൂഡ്സ് ഡാഷ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നേ? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് ആണോ? എന്താണ് പ്രശ്നം? മെഡിക്കൽ ഓഡിറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഒരു കാരണം എന്താ? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു അഭാവം, ഒരു സംഘടിതമായിട്ടുള്ള ഓർഗനൈസ്ഡ് ഒരു നല്ലൊരു മെഡിക്കൽ റെക്കോർഡിന്റെ അഭാവം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു അഭാവം. അടുത്ത നോക്കിയേ, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ് ആണോ? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, കംപ്ലീറ്റ് അല്ലാത്ത റെക്കോർഡ് അല്ലെ, ഇൻകംപ്ലീറ്റ് റെക്കോർഡ് അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ് പുവർ ആയിരിക്കുക, കുറഞ്ഞ ക്വാളിറ്റി മെയിൻ്റനൻസ്. ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അടുത്ത് നമുക്ക് ഫിയർ ഓഫ് ആക്ഷൻ, അവിടെ നടപടിയെ കുറിച്ചുള്ള ഭയം, അതുപോലെ തന്നെ മോട്ടിവേഷന്റെ കുറവ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫിന്റെ ഉള്ള മോട്ടിവേഷൻ, അവർക്കുള്ള പ്രചോദനത്തിന്റെ കുറവ്, അഭാവം, മോട്ടിവേഷന്റെ കുറവ് മെഡിക്കൽ ഓഡിറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. Then ignorance of value and medical audit by hospital. Ignorance, നമ്മുടെ ആ വാല്യൂവിനെ കുറിച്ചുള്ള ഒരു അജ്ഞത, എന്താണ് അതിന്റെ മൂല്യം, മെഡിക്കൽ ഓഡിറ്റ് അതിന്റെ മൂല്യത്തെ കുറിച്ചുള്ള ഒരു ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ എന്താ? അജ്ഞത അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവില്ലായ്മ. Ignorance of value of medical audit by hospitals. Ignorance of value of medical audit by hospital. Then അടുത്തത് എന്താ? Suppression of facts, wrong reporting. ഫാക്ട് തെളിവ് നമ്മുടെ എന്താണ് സപ്രസ് ചെയ്യാന്ന് വെച്ചാൽ അടിച്ചമർത്തുക, ഫാക്റ്റുകളെ വസ്തുതകളെ അടിച്ചമർത്തുക, തെറ്റായിട്ടുള്ള റിപ്പോർട്ടിംഗ്, ഇതെല്ലാം മെഡിക്കൽ ഓഡിറ്റിലുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഇതും ഇതുപോലെ പോയിന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു വെക്കാം, എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് വരുന്ന കണ്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കണ്ടന്റ് എന്തൊക്കെ കാര്യങ്ങളുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടില്? ബാക്ക്ഗ്രൗണ്ട്, എന്തൊക്കെയുള്ളതെന്നൊക്കെ? ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം അല്ലെ, ഹിസ്റ്ററി, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, റിവ്യൂ എന്ന് വെച്ചാൽ അവലോകനം. നമ്മുടെ ലിറ്ററേച്ചർ ഒരു സാഹിത്യപരമായിട്ടുള്ള പ്രബന്ധങ്ങള്, അതിന്റെയൊക്കെ ഒരു അവലോകനം. ലിറ്ററേച്ചർ, സാഹിത്യം, അതിന്റെയൊക്കെ ഒരു അവലോകനം. ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളതാണ്. ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്. മെത്തേഡുകള് എന്തൊക്കെ മെത്തേഡാണ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ആണ് ഉപയോഗിക്കുന്നത്? മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, ഉപയോഗിച്ച രീതികൾ അല്ലെങ്കിൽ പ്രോട്ടോകോൾസ്. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്. ദെൻ അടുത്തതാണ് റിസൾട്ടുകള്. റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്, മാറ്റത്തിനുള്ള ശുപാർശകള്. റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്, മാറ്റത്തിനുള്ള ശുപാർശകള്. ദെൻ അടുത്തത് എന്താ? റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്, പിന്നീടുള്ള ഓഡിറ്റിനുള്ള റെക്കമെൻഡേഷൻ, കൂടുതൽ ഓഡിറ്റ് ചെയ്യാനുള്ള ശുപാർശകള്. ഇതെല്ലാം ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കണ്ടന്റ്സ് ആണ്. ഇത് ഇതുപോലെ തന്നെ നോക്കി വെക്കുക കേട്ടോ. കണ്ടന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്?
ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് നോക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ലിറ്ററേച്ചർ റിവ്യൂ അവലോകനം ഉണ്ടാവും, ഒരു കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് യൂസ്ഡ് അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ പ്രോട്ടോകോളുകൾ, പിന്നെ റിസൾട്ടുകൾ ഉണ്ടാകും, മാറ്റങ്ങൾക്കുള്ള ശുപാർശ, ഫർദർ വീണ്ടും ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജ് നോക്കി വെക്കണം. ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കണ്ടന്റ് എന്തൊക്കെയാണ് അത് രണ്ടും നോക്കാം. ഇതിന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് മൂന്നും പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കുന്ന പോയിന്റ്സ് നിങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ. ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കാം കേട്ടോ. ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇതിന്റെ ഈ ഡയഗ്രാം ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള രീതിയിൽ തരാം. മിസ്സായത് ഏതാണോ ഏതെങ്കിലും ഒക്കെ രീതിയിൽ തരാം. അതൊക്കെ നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് 13ാമത്തെ ചാപ്റ്റർ ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ? ഹോസ്പിറ്റലിന്റെ ഭരണം അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ നമ്മൾ പഠിക്കുന്നത്? എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓവറോൾ മാനേജ്മെന്റ് അല്ലേ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ്. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ചാപ്റ്റർ 13 ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഷോർട്ട് ചെയ്ത് എന്താ പറയാ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ എന്താ പറയാ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. അഡ്മിനിസ്റ്റർ അഡ്മിനിസ്റ്റർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ADMINISTER. അഡ്മിനിസ്റ്റർ originated from the Latin word ad and minister. കണ്ടോ? ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന പദം എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ്? ആഡ് ആൻഡ് മിനിസ്റ്റർ എന്ന ഒരു ലാറ്റിൻ വേർഡ്. അതിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. എന്താണ് ആ വേർഡിന്റെ മീനിങ്? എന്താ? ടു കെയർ ഫോർ, പരിപാലിക്കുന്ന ആള് അല്ലേ? മാനേജ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ടു കെയർ ഫോർ അല്ലേ? അതായത് പരിപാലിക്കുന്ന ആള്. ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. എന്താണ്? ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. അതായത് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ, മാനേജ് ചെയ്യാനായിട്ട് ആളുകളെ എന്ത് ചെയ്യുക? നമ്മള് നോക്കുക. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ അല്ലെ, ആളുകളെ നോക്കുക. എന്തിനു വേണ്ടി? ടു മാനേജ് അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ്? ആളുകളെ നോക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു വേർഡ്, ലാറ്റിൻ വേർഡ് ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ടു കെയർ ഫോർ, പരിപാലിക്കുന്ന ആള്, പരിപാലിക്കുക. അല്ലെങ്കിൽ എന്താണ്? ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. രണ്ട് കാര്യങ്ങളൊന്നും അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ആളുകളെ നല്ല രീതിയിൽ നോക്കുക അല്ലെ, അവരെ മാനേജ് ചെയ്യുക. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഗ്രൂപ്പ്സ് cooperating to fulfill common goals. ഹെർബർട്ട് എ സൈമൺ. അവിടെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കണേ. ഹെർബർട്ട് എ സൈമൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ആയിട്ട് പഠിക്കണ്ട, അത് ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം. ഡാഷ് ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് അങ്ങനെ ചോദിക്കാം കേട്ടോ. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സഹകരിക്കുന്ന ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളുമാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഹെർബർട്ട് എ സൈമൺ ഈ അഡ്മിനിസ്ട്രേഷന് ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനം. ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ, ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ്. എന്തിനു വേണ്ടി?
എന്തിനു വേണ്ടി? ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ, കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. അതാണ് ഹെർബർട്ട് എ സൈമൺ അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഡെഫിനിഷൻ. അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്ത ഒരാളാണ് ലൂതർ ഗള്ളിക്ക്. അദ്ദേഹം എന്താണ് അഡ്മിനിസ്ട്രേഷന് കൊടുത്തേക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ ഒരു പൂർത്തീകരണത്തോടെ, ഫുൾഫിൽമെന്റ് എന്ന് വെച്ചാൽ ഒരു പൂർത്തീകരണത്തോടെയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് കൊടുത്തേക്കുന്നത്. ഇതിനകം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള, അല്ലെ, ഇതിനകം നിർവഹിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് അഡ്മിനിസ്ട്രേഷന് ലൂതർ ഗള്ളിക്ക് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ. ആ രണ്ട് ഡെഫിനിഷനിലും ഫസ്റ്റ് ഡാഷ് ഇട്ട് വെക്കാം കേട്ടോ. ഡാഷ് ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാം. രണ്ടും ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ട, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി hospital administration is the governance of the hospital as a business. എന്താ hospital administration എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ് hospital administration. Hospital administration is the governance of the hospital as a business. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഇത് hospital administration. ഓക്കെ, ക്ലിയർ ആയോ? Administration is made up of many healthcare managers and executives who handle individual department. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. Administration is made up of എന്തൊക്കെ? അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെയാ വരുന്നേ? മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ്, ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സ്, ആൻഡ് എക്സിക്യൂട്ടീവ്സ് who handle individual department. Individual departmenറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സും ഹെൽത്ത് കെയർ മാനേജേഴ്സും അടങ്ങുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? They are in charge of all the administrative and the management functions of the respective department. അവർക്ക് എന്തുണ്ട്? എല്ലാ ഭരണപരമായിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള, മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെയും ഇൻചാർജ് ഉണ്ടാവും. ആ റെസ്പെക്റ്റീവ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫങ്ഷൻസ് അതിന്റെ ഇൻചാർജ് ഉണ്ട്. They are in charge in administrative and management functions of the respective department. ഇനി നെക്സ്റ്റ് സെന്റൻസ് പാരഗ്രാഫ് നോക്കിയേ. The duty of the administrator differ with the size and complexity of the hospital. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിനനുസരിച്ച്? വലിപ്പം, സൈസിനനുസരിച്ച്, കോംപ്ലക്സിറ്റി, സങ്കീർണതയ്ക്കനുസരിച്ച്. ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനും സങ്കീർണതയ്ക്കും അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാ ഹോസ്പിറ്റൽ, ഇപ്പൊ വലിയ ഹോസ്പിറ്റലും ചെറിയ ഹോസ്പിറ്റലിലും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വ്യത്യാസം ഉണ്ടെന്നാ പറയുന്നത്. കണ്ടോ? വലിപ്പത്തിലും കോംപ്ലക്സിറ്റി, സങ്കീർണതയ്ക്കും. അണ്ടർലൈൻ ചെയ്തിട്ടോ? The duties of administrator differ with the dash of the hospital. എന്തനുസരിച്ചാ പറഞ്ഞത്? ഹോസ്പിറ്റലിന്റെ സൈസ്, കോംപ്ലക്സിറ്റി, സങ്കീർണത. ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനും സങ്കീർണതയ്ക്കും അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ. Administrators are contact between the hospital boards, other administrators and medical staff. അഡ്മിനിസ്ട്രേറ്ററിന് ആരുമായിട്ട് ബന്ധമുണ്ട്? ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ സ്റ്റാഫ് എന്നിവരുമായിട്ടുള്ള ഒരു സമ്പർക്കമാണ്, ആ കോണ്ടാക്ട് ആണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. കോണ്ടാക്ട് ബിറ്റ്വീൻ hospital board, other administrator and medical staff. ഇവര് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആണ്, തമ്മിലുള്ള ഒരു ബന്ധമാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. The organize hospital activity and prepare its overall policies. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ അത് അണ്ടർലൈൻ ചെയ്തിട്ട് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? Who organize the hospital activity and prepare its overall policy. ആരാണ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നു. എന്ത്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്.
അല്ലെ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുകയും അത് തയ്യാറാക്കുന്നു. ഇറ്റ്സ് ഓവറോൾ പോളിസീസ്, അതിന്റെ പോളിസികളെ പ്രിപ്പയർ ചെയ്യുന്നു, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ. Some administrators are in charge of hiring doctors and other staff, carrying out employee evaluation and directing staff meeting. ഇനി ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തുണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻ ചാർജ് ഓഫ് ഹയറിംഗ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിനെ നിയമിക്കാനുള്ള ചാർജ് ഉണ്ട്, ഇൻചാർജ് ഉണ്ട്. ഹയറിംഗ് നിയമിക്കുക. Some administrators are in charge of hiring doctors and other staff. ഡോക്ടേഴ്സിനെ മറ്റുള്ള സ്റ്റാഫിനെ ഒക്കെ നിയമിക്കാനുള്ള ഇൻചാർജ് ഉണ്ട്. Carrying out employee evaluation, സ്റ്റാഫിന്റെ ഇവാലുവേഷൻ നടപ്പിലാക്കുക. ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിംഗിനെ ഡയറക്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സും അടയാളപ്പെടുത്തി വെക്കാം. Hiring of doctors and other staff, carrying out employee evaluation നടപ്പിലാക്കുക, directing staff meeting direct ചെയ്യുക. They may also be accountable for hospital public relation and fundraising program. ഇനി എന്തിനും കൂടിയുള്ള ഉത്തരവാദിത്വം ഉണ്ട്? Accountable, ഉത്തരവാദിത്വം. They may also be accountable for the hospital public relation, ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ എന്നുള്ള ഉത്തരവാദിത്തം. ആൻഡ് ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, ധനസമാഹരണ പ്രോഗ്രാമുകള്, ഫണ്ട് റേസിംഗ് പ്രോഗ്രാം അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇത് ഏതെങ്കിലും തന്നിട്ടെ നമ്മുടെ ആരുടെ ഡ്യൂട്ടി ആണോ അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കാട്ടോ, എന്തൊക്കെ ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ. Accountable for hospital public relation and fundraising program. Since the administrator develop program for teaching and research hospital, they have to keep up with the latest advances in medical. അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്? സിൻസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡെവലപ്ഡ് പ്രോഗ്രാം, അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണം. എന്തിനു വേണ്ടി? ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽ. ടീച്ചിങ്, ഹോസ്പിറ്റലിലെ ഗവേഷണങ്ങള്, ഇതിനൊക്കെയുള്ള അതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള പ്രോഗ്രാംസ് വികസിപ്പിക്കണം. പിന്നെ അതുപോലെ എന്താ, നമ്മുടെ മെഡിസിനിലുള്ള പുതിയ പുതിയ കണ്ടെത്തലുകള്, അല്ലെ, പുതിയ മുന്നേറ്റങ്ങള്, അതേക്കുറിച്ചും അവർക്ക് അത് കീപ്പ് ചെയ്യണം. അല്ലെ, മുന്നേറ്റങ്ങള് അവര് നിലനിർത്തേണ്ടതുണ്ട്. ആ ഒരു പാരഗ്രാഫ് മുഴുവനും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഏതെങ്കിലും നമുക്കിത് തന്നു കഴിഞ്ഞാൽ ആരുടെ ഡ്യൂട്ടീസ് ആണ് എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ എഴുതാൻ ഭാഗത്തിന് പഠിച്ചു വെച്ചേക്കണം. ഹോസ്പിറ്റൽ ബോർഡുകള് ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ സ്റ്റാഫ്, ഇവർ തമ്മിലുള്ളൊരു ബന്ധമാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ആൻഡ് പ്രിപ്പയർ ഓവറോൾ പോളിസി, മൊത്തത്തിലുള്ള പോളിസികള്, ഹോസ്പിറ്റലിലെ നയങ്ങള് പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ഇനി ചില അഡ്മിനിസ്ട്രേറ്ററിന് ഡോക്ടർമാരെ മറ്റുള്ള സ്റ്റാഫിനെയൊക്കെ ഹയർ ചെയ്യുക, നിയമിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ എംപ്ലോയിനെ ഇവാലുവേഷൻ ചെയ്യുക, സ്റ്റാഫ് മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകുക, അതിനുള്ള ഉത്തരവാദിത്വം ഒക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ, ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്വമുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, പഠന ഭാഗമായിട്ടും റിസർച്ച് ഗവേഷണ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ മെഡിസിനിലുള്ള പുതിയ പുതിയ മുന്നേറ്റങ്ങളും അവര് നിലനിർത്തേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് മുഴുവനും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് ഒക്കെയാ വരുന്നത്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കും. ഇനി large hospitals maintain several administrators and assistant administrators. ഇനി വലിയ ഹോസ്പിറ്റലിലാണെങ്കിലോ കുറെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, അതുപോലെ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. എന്തിന്? മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ? മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ആൻഡ് one administrator is in charge
ഓവറോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ചാർജും പിന്നെ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും വലിയ ഹോസ്പിറ്റലിൽ ഉണ്ടത് കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഓവറോൾ ഇൻചാർജ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അതിന്റെ കീഴിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. പിന്നെ അവരുടെ കീഴിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടാവും. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരും ഉണ്ടാവും ലാർജ് ഹോസ്പിറ്റൽസിൽ. എന്നാൽ സ്മോളർ ഹോസ്പിറ്റലിലാണെങ്കിലോ വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, എന്നാൽ ചെറിയ ഹോസ്പിറ്റൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻചാർജ് ചെയ്യുന്നത്. മൊത്തം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാൻ. ഓർ ഇവൻ ദ ഇന്ത്യൻ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എന്താ പറയാ ആ ഹോസ്പിറ്റൽ മൊത്തം നോക്കേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. മനസ്സിലായോ? ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ. വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു മെയിൻ ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, മൊത്തത്തിൽ ഓവറോൾ ഇൻചാർജ്. അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും കുറെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. എന്നാൽ ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് എല്ലാ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. കണ്ടോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. In this case, for example, the administrator may assess the budget for this department and give final approval to hiring recommendations. എന്താ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കായിട്ടുള്ള ബഡ്ജറ്റുകൾ വിലയിരുത്തുക ഒരു അഡ്മിനിസ്ട്രേറ്റർ. ആ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? we assess the budget for these departments. ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടുള്ള ബഡ്ജറ്റിനെ വിലയിരുത്തുകയും അതുപോലെ ഫൈനൽ അപ്രൂവല് കൊടുക്കേണ്ടതും ടു ഹയറിംഗ് റെക്കമെൻഡേഷൻസ്. നിയമന ശുപാർശയ്ക്ക് ഹയറിംഗ് റെക്കമെൻഡേഷൻ നിയമന ശുപാർശയ്ക്ക് അന്തിമമായിട്ടുള്ള ഫൈനൽ അപ്രൂവല് കൊടുക്കേണ്ടതും ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ ഒരു മെയിൻ ആയിട്ട് ഒരു ഇൻചാർജ് ഓവറോൾ ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്റർ, അതിന്റെ കീഴിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാര്, അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. എന്നാൽ സ്മോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓക്കെ ഓക്കെ ആണോ? വായിച്ചു നോക്കിയാ പോരെ അത്? മനസ്സിലായില്ലേ? വിജി, ആര്യ, രേഷ്മ, അപ്പു, നവ്യ ഓക്കെ ആണോ? അഖില ഓക്കെ, അശ്വതി ഓക്കെ. ഇനി ഇത് എല്ലാ എക്സാമിനും തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ. എലിമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ അവിടെ എഴുതി വെച്ചേക്കണോ? പോസ്കോപ്പ് എന്നാണ് എഴുതിയേക്കണം. POST അതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ഇൻ പോസ്കോപ്പ് P stands for, ഇൻ പോസ്കോപ്പ് P stands for, അല്ലെങ്കിൽ ഇൻ പോസ്കോപ്സ് R stands for. ആണോ? ആ പോസ്കോപ്പിലുള്ളതിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു അത് പഠിച്ചു വെക്കണം. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോസ്കോപ്പിന്റെ P എന്ന് പറയുന്നത് എന്തിനാ? പ്ലാനിങ്. P എന്തിനാ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ് ആണ്. ഓക്കെ. O എന്ന് പറഞ്ഞ ഓർഗനൈസിങ്, S എന്ന് പറഞ്ഞ സ്റ്റാഫിങ്, D എന്ന് പറഞ്ഞ ഡയറക്റ്റിംഗ്, C എന്ന് പറഞ്ഞ കോർഡിനേറ്റിംഗ്, R എന്ന് പറഞ്ഞ റിപ്പോർട്ടിംഗ്. അതിന്റെ B എന്താണ്? പോസ്കോപ്പിലെ B എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ബഡ്ജറ്റിംഗ്. ഇത് ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോന്നും നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും പഠിക്കും. ഒന്നാമത്തെയാണ് പോസ്കോപ്പിലെ P stands for. P എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് പ്ലാനിങ് ആണ്. മറക്കരുത്. P എന്ന് പറഞ്ഞ എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ ഓരോ കാര്യങ്ങളും? അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ ഓരോ കാര്യങ്ങളും? ഉണ്ട് അല്ലേ? അതിനകത്ത് പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് അതിന് ഒന്നാമത്തെ പ്ലാനിങ് ആണ്. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? എന്താ പ്ലാനിങ്? നമ്മള് ഇപ്പൊ വൈകുന്നേരം നമുക്കൊരു സിനിമയ്ക്ക് പോകാം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. വൈകുന്നേരം നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് പ്ലാൻ ചെയ്ത് വെക്കാണ്. നമ്മൾ ചിന്തിക്കാണ് അല്ലേ? നമ്മുടെ ഒരു ലക്ഷ്യം അതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. ഡിസൈർഡ് എന്ന് വെച്ചാൽ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം. എന്താണ്? ആഗ്രഹിച്ച ലക്ഷ്യം
നേടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങള് അതേക്കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ്. നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഇന്നൊരു ചുരിദാർ എടുക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അതിനു വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യും. ആരുടെ കൂടെ പോകണം, ആരെ വിളിക്കണം, രേഷ്മേനെ വിളിച്ചാൽ രേഷ്മ വരുമെന്നാവോ, വിജയനെ വിളിച്ചാൽ വരുമെന്നാവോ, ഞാൻ അതൊന്ന് പ്ലാൻ ചെയ്യാണ് അല്ലെ. അത് എന്താണ് എന്റെ ലക്ഷ്യം? ചുരിദാർ മേടിക്കണം, അതല്ലേ എന്റെ ലക്ഷ്യം. ആ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം അതിലേക്ക് എത്തിച്ചേരുന്നതിന് അല്ലെ നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ആക്ടിവിറ്റീസ്, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടല്ലോ ഡാഷ് ഇട്ട് തരാം കേട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ്. തിങ്കിങ് എന്ന് കാണുമ്പോ അറിയാലോ അല്ലെ. ഒരു ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് ഏത്? പ്ലാനിങ്. അണ്ടർലൈൻ ചെയ്തോ? 2 ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടോ. പോസ്കോപ്പിലെ പി എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ്. കിട്ടിയോ? തിങ്കിങ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാലോ, ചിന്തിക്കുകയാണ്, നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അണ്ടർലൈൻ ചെയ്തോ രണ്ടും? ഓക്കെ ആണോ? It is the first and foremost activity to gain desired result. ഇത് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്താ? attain to desired result. ആഗ്രഹിച്ച ഒരു ലക്ഷ്യം അതിൽ എത്തിച്ചേരാനുള്ള ഒരു ഫസ്റ്റ് ആദ്യത്തേതും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതെന്ന് പറയുന്നത്? പ്ലാനിങ് അല്ലെ. നമുക്ക് SSLCക്ക് ഫുൾ A+ വാങ്ങണം, ഞാനത് എന്റെ ലക്ഷ്യമാണ് അല്ലെ. അതിനുവേണ്ടി നമ്മള് എന്ത് ചെയ്യാ? നമ്മള് പ്ലാൻ ചെയ്യാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഫുൾ A+ ഉള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എനിക്ക് ഫുൾ A+ ആ ആഗ്രഹിച്ച ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് അല്ലെ, ഒരു ആക്ടിവിറ്റി, അത് ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്ത്? ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. ഓക്കെ, അതും ചോദിക്കാലോ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി. 3 ക്വസ്റ്റ്യൻ അവിടെ കിടക്കണ്ട. ഒന്നാമത്തേത് ക്ലിയർ ആയോ നോക്കിയേ. പോസ്കോപ്പിലെ പി ഏതാണ്? 2 സെന്റൻസിൽ ഡാഷ് ഇട്ട് തരാം. ഓക്കെ ആണോ? ആദ്യത്തെ ആക്ടിവിറ്റി ആണ് പ്ലാനിങ്. നമ്മൾ എന്ത് കാര്യവും ആദ്യം പ്ലാൻ ചെയ്യണം. രണ്ടാമത്തെയാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കുക അല്ലെ. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സംഘടിപ്പിക്കുക. ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് coordinating and allocating a firm's resources in order to execute its plan. എന്താണ് ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ? നമ്മൾ സംഘടിപ്പിക്കുകയാണ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. അലോക്കേറ്റിംഗ് എന്ന് വെച്ചാൽ അനുവദിക്കുക. അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. ഒരു സ്ഥാപനത്തിലെ, ഒരു ഓർഗനൈസേഷനിലെ ആ പദ്ധതികള് നമുക്ക് നടപ്പിലാക്കുന്നതിനും അതിന്റെ റിസോഴ്സുകള് അതിനെ ഏകോപിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ഇനി അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് ചുരിദാർ എടുക്കാൻ പോകാനായിട്ട് ഞാൻ വിസ്മയനെ വിളിച്ച് വിസ്മയനെ അത് വരാനായിട്ട് ഞാൻ സംഘടിപ്പിക്കണം, അറേഞ്ച് ചെയ്യണം, വേണ്ടേ അല്ലെ? ഓർഗനൈസ് ചെയ്യാണ്, സംഘടിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് സംഘടിപ്പിക്കുന്നു. അതാണ് കേട്ടോ ഓർഗനൈസിങ്. സ്ഥാപനത്തിലെ ഒരു പദ്ധതികള് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട റിസോഴ്സ്. ഇവിടെ ആരാ റിസോഴ്സ്? വിസ്മയ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, വിസ്മയാണ് എന്റെ കൂടെ വരാൻ ഞാൻ വിളിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഏകോപിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിങ്. അപ്പൊ അവിടെ 2 ക്വസ്റ്റ്യൻ ഏതാണ്? പോസ്കോപ്പില് ഓ എന്ന് പറഞ്ഞത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡാഷ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. ആ പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനത്തിലെ റിസോഴ്സുകള് ഏകോപിപ്പിക്കുകയും അലോക്കേറ്റ് ചെയ്യുക, അനുവദിക്കുകയും ചെയ്യുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. It consists of developing a structure for people, position, department and the activities within the firm. അല്ലെ, ഇതെന്താണ്? ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ ഫോർ. It consists of developing a structure. ആ ആളുകളുടെ സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യുക, പൊസിഷൻ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളാണ് ഏത്? വിത്തിൻ ദ ഫേം. ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള വകുപ്പുകള്, ആളുകള്, പൊസിഷൻ, ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളെയൊക്കെ വികസിപ്പിക്കുന്നതിനാണ്
എന്നിവയ്ക്കായിട്ടുള്ള ഒരു ഘടന വികസിപ്പിക്കുക. അതാണ് ഇതില് ഉൾപ്പെടുന്നത് ഓർഗനൈസിംഗില്. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓർഗനൈസിംഗിൽ എന്താ വരുന്നത്? ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. ഇനി മൂന്നാമത്തെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പോസ്കോബിലെ എസ് എന്ന് പറഞ്ഞ ലെറ്റർ എന്താണ്? സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ റൈറ്റ് വർക്കർ. ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ്. എന്താണ് സ്റ്റാഫിംഗ്? is the process of finding the right workers. ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് സ്റ്റാഫിംഗ്. With the appropriate qualification or experience. അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇതൊക്കെ ഉള്ള അനുയോജ്യമായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആൻഡ് or experience and recruiting them. അത് റിക്രൂട്ട് ചെയ്യാണ് എന്തിനു വേണ്ടി? ടു ഫിൽ എ ജോബ് പൊസിഷൻ ഓൺ ദ റോൾ. അതായത് ആ ഒരു പൊസിഷൻ നിർവഹിക്കാൻ പറ്റുന്നത്, അതായത് അവർക്കടെ ആ വർക്കേഴ്സിന്റെ കഴിവും അറിവുകളും ഇതിനെയൊക്കെ വിലയിരുത്തിയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനം, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. Staffing is the process of finding the right workers. എങ്ങനെയുള്ള വർക്കേഴ്സിനെ? അനുയോജ്യമായിട്ടുള്ള വർക്കേഴ്സ് അല്ലെ, അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്നു ആൻഡ് റിക്രൂട്ട് ചെയ്യുന്നു അവരിലേക്ക്. recruit them to fill a job position or role. ആ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് അല്ലെ, നിർവഹിക്കാൻ അല്ലെങ്കിൽ റോള് നിർവഹിക്കാൻ അതിന് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള ശരിയായ വർക്കറിനെ കണ്ടെത്തുന്നു, അതിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ്. അത് രണ്ട് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടെ. ഇതിൽ ഓരോന്ന് ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ്, പിന്നെ പോസ്കോപ്പില് എസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഒരു മേൽനോട്ടം വഹിക്കുക. Directing is a process in which the managers direct, guide and oversees the performance of the workers to attain goals already determined. Already determined. ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് അല്ലെ, നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജർമാര് എന്ത് ചെയ്യുന്നു? വർക്കേഴ്സിന്റെ പെർഫോമൻസ് അല്ലെ, ആ ഒരു ലക്ഷ്യം ആ ഇതിനകം അറ്റൈൻ ചെയ്യുക എന്ന് വെച്ചാൽ നേടിയെടുക്കാം അല്ലെ. അതായത് ഇത് ഓൾറെഡി അറ്റൈൻഡ്, ഇതിനകം നേടിയിട്ടുള്ള ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജർമാര് വർക്കേഴ്സിന്റെ പെർഫോമൻസിന്റെ എന്ത് ചെയ്യുന്നു? ഓവർസീസ്, മേൽനോട്ടം വഹിക്കുന്നു, ഗൈഡ് ചെയ്യുന്നു അല്ലെ. അതാണ് ഏത്? ഡയറക്റ്റിംഗ്. അത് ഡയറക്റ്റ് ചെയ്യാണ്. മാനേജേഴ്സ് ഡയറക്റ്റ്, ഗൈഡ് ആൻഡ് ഓവർസീസ്. എന്തിനെ? പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, അവരെ മേൽനോട്ടം വഹിക്കുന്നു. എങ്ങനെ? ടു അറ്റൈൻ ഗോൾസ് ഓൾറെഡി അല്ലെ. ഇപ്പൊ ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഓവർസീസ്. ആര്? മാനേജേഴ്സ്. അതാണ് ഡയറക്റ്റിംഗ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇനി അടുത്തതാണ് കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കോർഡിനേറ്റിംഗ് ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ് എന്താണ്? ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ് ഈസ് ദ യൂണിഫിക്കേഷൻ. ഏതാണ്? ഇടയ്ക്കൊരു സെന്റൻസ് ഉണ്ട്. ഓക്കെ ശരി. Already attained. Directing should be the heart of the management process. ഈ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയമാണ് ഏത്? ഡയറക്റ്റിംഗ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. That should be the heart of the management process. ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ എന്താണ്? ഒരു ഹാർട്ടാണ്, ഒരു ഹൃദയമാണ് ഡയറക്റ്റ് ചെയ്യാനുള്ളത് അല്ലെ. എല്ലാ പ്രോസസ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ഡയറക്റ്റിംഗ് വേണ്ടേ? സ്റ്റാഫിനെയൊക്കെ തോന്നി വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ, വർക്കേഴ്സിനെ തോന്നി വഴിക്ക് വിട്ടു കഴിഞ്ഞാലോ ശരിയാവോ? ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന്റെ ഗോൾസിലേക്ക് എത്തിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് അതിന് എന്ത് ചെയ്യാം? എപ്പോഴും നമ്മള് സ്റ്റാഫിനെ, വർക്കേഴ്സിനെ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യണം. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ? ഇന്ന രീതിക്ക് ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ ഒരു ഡയറക്ടർ, ഗൈഡ്, ഓഫീസേഴ്സ് അവര് മേൽനോട്ടം വഹിക്കുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തോന്നിയാവസം ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിക്കൊക്കെ പോകും അല്ലെ. നമ്മൾ ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് വരില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. ഇതിനു വേണ്ടി ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഈ ഡയറക്ടിങ് എന്ന് പറഞ്ഞ എന്താണ്, ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ എന്താണ്, ഹൃദയമാണ്. അതും കൂടി അണ്ടർലൈൻ ചെയ്തു കേട്ടോ അവിടെ. ഡയറക്ടിങ് should be the heart of the management process. Okay. അടുത്തതാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. കോർഡിനേഷൻ is the unification. യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഏകീകരണം. ഏകീകരണം, യൂണിഫിക്കേഷൻ, ഏകീകരണം. ഇന്റഗ്രേഷൻ, സംയോജനം. സിൻക്രോണൈസേഷൻ, സമന്വയം. 3 കാര്യങ്ങളാട്ടോ. യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ, സമന്വയം. ഏകീകരണം, സംയോജനം, സമന്വയം. Of the effort, പരിശ്രമത്തിന്റെ, of the group members, so as to give unity of action in the pursuit of a common goal. Pursuit ചെയ്യാന്ന് വെച്ചാൽ follow, പിന്തുടരുക. പിന്തുടരുക, pursuit, PURSUIT, പിന്തുടരുക. പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതില് പ്രവർത്തനത്തിന്റെ ഐക്യം നൽകുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ, അതാണ് കോർഡിനേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. എല്ലാത്തിന്റെയും ഒരു ഏകോപനം. യൂണിഫിക്കേഷൻ, dash is the unification, integration and the synchronization of an effort of group members. ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പരിശ്രമമാണ് എന്ത്, പൊതുവായ ലക്ഷ്യങ്ങള് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്, അല്ലെ, പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിൽ ആ ഒരു പ്രവർത്തനം, യൂണിറ്റി ഓഫ് ദ ആക്ഷൻ, ആ പ്രവർത്തനത്തിന്റെ ഐക്യം നൽകുന്നതിനായിട്ടുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രമങ്ങളുടെ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ, അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ടിംഗ്. Reporting means to the formal system whereby relevant needed information is furnished to management with the help of reports continuously. This report is the essence of management reporting system. Report provide the means of checking the performance. എന്താ പറഞ്ഞേക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ report means to the formal system whereby relevant needed information is furnished to the management. Furnished, സജ്ജീകരിക്കുക, furnished to the management with the help of reports continuously. എന്താ, തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടെ. ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ട് അവിടെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ റിപ്പോർട്ടുകൾ, ഓരോ റെക്കോർഡ്സ് ഉണ്ട്. അതായത് തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ട്സുകളുടെ സഹായത്തോടു കൂടി നമ്മൾ മാനേജ്മെന്റിന് പ്രശസ്തമായിട്ടുള്ള ആവശ്യങ്ങള് നൽകുന്ന ഒരു ഔപചാരിക സംവിധാനമാണ് ഏത്, റിപ്പോർട്ടിംഗ്. നമ്മൾ മാനേജ്മെന്റിന് കൊടുക്കൂലേ, അല്ലേ? റിപ്പോർട്ട് മാനേജ്മെന്റിന് നമ്മൾ കൊടുക്കൂലേ? എന്താ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അപ്പർ മാനേജ്മെന്റിന്, അല്ലെ, നമ്മുടെ ഉയർന്ന ഒരു സുപ്പീരിയറിന് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്, അല്ലെ, ഒരു കൊടുക്കുന്ന ഒരു ഫോമൽ, അല്ലാതെ നമ്മള് ഒരു ഫ്രണ്ട്ലി ലെറ്റർ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണോ? ഒരു ഫോമൽ ആയിട്ടുള്ള സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് പ്രശസ്തമായിട്ടുള്ള ആവശ്യങ്ങളുടെ വിവരങ്ങൾ നൽകുന്ന ഒരു ഔപചാരിക സംവിധാനം. റിപ്പോർട്ട് മീൻസ് ദ ഫോർമൽ സിസ്റ്റം. ഫുള്ളായിട്ട് ഇതിൽ നോക്കാം, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്താണ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. മാനേജ്മെന്റിന്റെ, നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഒരു ഫോർമൽ സിസ്റ്റമാണ് റിപ്പോർട്ടിംഗ്. ഡാഷിട്ട് ചോദിക്കാം കേട്ടോ. Thus, report is the essence of any management reporting system. Underline ചെയ്തിട്ടെ. Dash is the essence of any management report system. ഒരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഏതാ? റിപ്പോർട്ടാണ്.
Report is the essence of any management reporting system. Okay. Reports provides the means of checking the performance. Report എന്ത് നൽകുന്നു? Performance ചെക്ക് ചെയ്യാനുള്ള ഒരു മീൻസ്, ഒരു മാർഗമാണ് റിപ്പോർട്ട് അല്ലേ? പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള, അത് പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ? ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ പറ്റൂലേ അല്ലെ? ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പൊ ആ റിപ്പോർട്ടുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവിടുത്തെ പെർഫോമൻസ് അറിയാൻ പറ്റും. അത് ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിടാം. അതിനകത്ത് 4 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. പോസ്കോപ്പില് P എന്തിനെയാ R എന്തിനെയാ സൂചിപ്പിക്കുന്നത്? റിപ്പോർട്ടിംഗ്. ഡാഷ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം, അങ്ങനെ ചോദിച്ചാൽ റിപ്പോർട്ടിംഗ്. ഇനി അടുത്തത് നമ്മള് ഡാഷ് ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഏതാ? റിപ്പോർട്ട്. പിന്നെ ഡാഷ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. ആ പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഇത് റിപ്പോർട്ട്. ക്ലിയർ ആയോ? 4 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അതിന്റെ റിപ്പോർട്ടിംഗിൽ ഉണ്ട്. 4 അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അടുത്തതാണ് ബഡ്ജറ്റിംഗ്. ഇനി ബഡ്ജറ്റ് വേണ്ടേ അല്ലേ? ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി അല്ലേ? നമ്മൾ ആ പൈസ എങ്ങനെയാ ചെലവാക്കാം, അതിന് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? പണം നമ്മുടെ ചെലവഴിക്കാനുള്ള ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രക്രിയ, ഡിസൈനിങ് രൂപീകരിക്കുന്ന പ്രക്രിയയാണ് ബഡ്ജറ്റിംഗ്. നമുക്ക് എന്ത് സാധനത്തിലും നമ്മളൊരു ബഡ്ജറ്റ് ഇടും അല്ലെ? നമ്മുടെ മുന്നിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു 1000 രൂപയില് അതാണ് നമ്മുടെ ബഡ്ജറ്റ്. നമ്മൾ ഓൾറെഡി മനസ്സിൽ ബഡ്ജറ്റ് ഇട്ടതാണ് 1000 രൂപ. നമ്മൾ ചുരിദാർ എടുക്കാൻ പോകും, 1000 രൂപയിൽ ഒതുങ്ങി നിൽക്കണം, 1000 രൂപയുടെ ഉള്ളിൽ നിൽക്കണം. ബഡ്ജറ്റ് അവിടെ ഇട്ടു. നമ്മളൊരു വീട് പണിയാൻ പോവാ, ഇത്ര ലക്ഷം രൂപ, ഒരു ബഡ്ജറ്റ് അവിടെ നമ്മൾ ഇട്ടു അല്ലെ? എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമ്മുടെ പൈസ എങ്ങനെ ചെലവഴിക്കണം അതിനെ കുറിച്ചുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യാല്ലേ അല്ലെ? എന്റെ കയ്യിൽ കുറെ കാശിട്ട് എനിക്ക് തോന്നിയോളം എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റുമോ? നമ്മളൊരു ബഡ്ജറ്റ് ഇടാറില്ലേ? ഇല്ലേ? നമ്മള് ചെറിയ കാര്യമോ വലിയ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ബഡ്ജറ്റ് ഉണ്ടാവാറുണ്ട്. എന്താ ബഡ്ജറ്റ്? നമ്മുടെ പൈസ എങ്ങനെ ചെലവഴിക്കണം അത് 100% ആശ്വസിക്കേണ്ടത് 100% നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല അല്ലെ? നമ്മളിപ്പോ നമ്മുടെ ചെലവിനനുസരിച്ച് വേണം നമുക്ക് വരവ് ചെയ്യാൻ നമ്മുടെ വരവിനനുസരിച്ച് വേണം നമ്മൾ ചെലവ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഒരു മന്ത്ലി ഒരു 30,000 രൂപ ഇതുള്ള ആളാണ്, അന്ന് ഒരു 50,000 രൂപ ചെലവായി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. നമ്മൾ എന്തിനും ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കണം. ഇത്രയും ഒതുങ്ങുന്ന വീട്ടു ചെലവുകള് ബഡ്ജറ്റ് ഇത്ര നമ്മൾ ആദ്യം തന്നെ നമ്മൾ അത് മാറ്റി വെക്കും. ഇത്രയും കാര്യങ്ങളെന്നുള്ളത് അല്ലേ? അതെന്താ? നമ്മുടെ പൈസ എങ്ങനെ നമ്മൾ ചെലവഴിക്കണം അതിന്റെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദി സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ ഈ സ്പെൻഡിങ് പ്ലാൻ എത്രത്തോളം സ്പെൻഡ് ചെയ്യണം, സ്പെൻഡിങ് പ്ലാനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മേക്കിംഗ് ദി സ്പെൻഡിങ് പ്ലാൻ അലൗസ് യു ടു ഡിസൈഡ് in advance whether you will have enough money to do things you require to do or what like to do. പിന്നെ അതുകൂടാതെ എന്താ നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ആവശ്യത്തിന് പൈസ ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റൂലേ അല്ലേ? പണം നമ്മൾ എത്രത്തോളം ആ ഒരു കാര്യം നമ്മൾ ഒരു ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞു. അതെന്താ? നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇസ് എ സ്പെൻഡിങ് പ്ലാൻ അലോ. ആ സ്പെൻഡിങ് പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്തിനു അനുവദിക്കുന്നു? ടു ഡിസൈഡ് ഇൻ അഡ്വാൻസ്. മുന്നായിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വെദർ യു വിൽ ഹാവ് ടു ഇനഫ് മണി. നമുക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടോ അല്ലെ? വെദർ യു വിൽ ഹാവ് ടു ഇനഫ് മണി ടു ഡു ദാറ്റ് തിങ്. ആ കാര്യം ചെയ്യാൻ നമുക്ക് ആവശ്യത്തിനായിട്ട് പണം ഉണ്ടോ? You require to do or not like to do. Then budgeting is merely balancing the expense with the income. Budgeting എന്ന് പറയുന്നത് ചെലവുകളെ, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്, ചെലവുകള് വരുമാനവുമായി സന്തുലിതമാക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ? merely balancing the expense with the income. അല്ലെങ്കിൽ പിന്നെ ഒരു ബഡ്ജറ്റ് ഇടേണ്ട ആവശ്യമില്ല നമ്മള് അല്ലെ? നമുക്ക് വരുന്ന വരവും ചെലവും അതിനെ ഒരു ഈക്വലൈസ് ചെയ്യാണ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ബഡ്ജറ്റ് വെച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളില് നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം അതിന്റെ ഉള്ളിൽ നമുക്ക് ചെലവ് നിർത്താൻ പറ്റും. ശരിയല്ലേ? ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. അതിനകത്ത്
പറഞ്ഞേക്കുന്നത് ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് ദ എക്സ്പെൻസ് വിത്ത് ഇൻകം. നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ഇൻകം, വരുമാനത്തെ നമ്മുടെ ചെലവുമായിട്ട് ബാലൻസ് ചെയ്യുന്നത്. അതാണ് നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് ഇത്രയും നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ ഇൻകം ഇത്രയേ ഉള്ളൂ, അതിനനുസരിച്ച് നമ്മുടെ ചെലവിനെ, നമ്മുടെ എക്സ്പെൻസിനെ ബാലൻസ് ചെയ്യുക, അത് മാത്രമാണ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ആ ഇലവൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ അവിടെ. പിന്നെ ഓരോന്നും എടുത്ത് ചോദിക്കാം, ഡാഷ് ഇട്ട് ചോദിക്കാം. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കാം. ഓസ്കോപ്പിലെ പി എങ്ങനെയാണ്, ഓ എസ് ബി സി ഒ ആർ ബി ഇതൊക്കെ എന്തിനാണ് ഡിവോട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോന്നിനും ഡാഷ് ഇട്ട് ചോദിക്കാം. പിന്നെ ചോദിക്കാം ഏതാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ നോക്കുക. പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, സ്റ്റാഫിങ് വരുന്നുണ്ട്, ഡയറക്ടിങ് വരുന്നുണ്ട്, കോർഡിനേറ്റിംഗ് വരുന്നുണ്ട്, റിപ്പോർട്ട് വരുന്നുണ്ട്, ബഡ്ജറ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള് വായിച്ചു വെക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കാം. ഓക്കെ, ബാക്കിയിട്ട് നമുക്കിന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമുക്കപ്പോ അടുത്ത ക്ലാസ്സിൽ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, എല്ലാം ഫോളോ ചെയ്ത് വന്നില്ലേ? തേർഡ് മൊഡ്യൂളിലേക്ക് കയറിയപ്പോ വലിയ ചാപ്റ്റർ നമ്മുടെ അവിടെ കഴിഞ്ഞ്. ഇനിയിപ്പോ ഇതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒത്തിരി വലിയതൊന്നും അല്ല, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അത് പിന്നെ ഇതൊന്നും ഇരുന്നോളൂ, 2 ക്ലാസ് ഒക്കെ മതി. മാക്സിമം 3 വേണ്ടി വരില്ല, പെട്ടെന്ന് തീരും. ഇത് നമുക്ക് കുറെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെക്കുക, ഓവറോൾ മാനേജ്മെന്റ്, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.